ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്ക് തയ്യാറാക്കിയതിൽ വീഴ്ച സമ്മതിച്ചു ദേവസ്വം ബോർഡ്. ഓഡിറ്റർക്ക് കൃത്യസമയത്ത് മറുപടി നൽകാത്തത് വീഴ്ചയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സമ്മതിച്ചു. ഈ മാസം 26-ന് മുൻപ് പിഴവ് തിരുത്തി ഹൈക്കോടതിക്ക് കണക്ക് കൈമാറും. പിശകുകൾ പരിഹരിക്കാൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും. 4.99 കോടി മാത്രമേ തരാൻ പറ്റൂ എന്ന് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ അറിയിക്കുമെന്ന് കെ ജയകുമാർ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. പല കാര്യങ്ങളും ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്യണം, ബില്ലുകൾ വെരിഫൈ ചെയ്യണം, അതുപോലെ ചില എമൗണ്ട്സ് റെക്കൺസിലിയേഷൻ നടത്താനുണ്ട്, വെരിഫിക്കേഷൻ നടത്താനുണ്ട്. ഞങ്ങളുടെ ബോർഡിൻ്റെ സ്റ്റോക്ക് രജിസ്റ്ററിലേക്ക് പല അസറ്റ് രജിസ്റ്ററിൽ എഴുതി അത് വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളൊന്നും നടന്നിട്ടില്ല. അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ അറിഞ്ഞിട്ടില്ല. ഈ റിപ്പോർട്ടുകളുടെ പരാമർശങ്ങൾക്ക് കാരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമയോചിതമായിട്ട് കാര്യങ്ങൾ മറുപടി കൊടുക്കാത്തത് കൊണ്ടുണ്ടായ വീഴ്ചയാണ്. 27-ാം തീയതിയാണ് കേസ് വരുന്നത്. അതുകൊണ്ട് 26-ാം തീയതിക്ക് മുമ്പ് ഇനി ഒരു 9 ദിവസം ഉണ്ടല്ലോ, 10 ദിവസമുണ്ട്. ഈ 10 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ റെക്ടിഫിക്കേഷൻസ് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തണമെന്നാണ് ഇന്നത്തെ ബോർഡിന്റെ തീരുമാനം. വിശദാംശങ്ങളുമായി ചന്തു ചന്ദ്രശേഖറാണ് ചേർന്നത്. ചന്തു, എന്തായാലും ഇനി മറ്റഭ്യൂഹങ്ങളൊന്നും വേണ്ട, വീഴ്ച ഉണ്ടായി എന്ന് ദേവസ്വം ബോർഡ് തന്നെ സമ്മതിക്കുന്നു. കണക്കുകളൊക്കെ ശരിയാക്കി ഉടൻ അറിയിക്കുമെന്നും പറയുന്നു. ശ്യാമിലി, അങ്ങനെ തന്നെയാണ്. ഈ ആഗോള അയ്യപ്പ സംഘവുമായി വന്നപ്പോൾ ഈ കണക്കിലെ പൊരുത്തക്കേടുകൾ കൃത്യമായി പരിശോധിക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക്, ഊരാളുങ്കലിന്റെ കീഴിലുള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് 4.99 കോടി മാത്രമേ നൽകാൻ കഴിയൂ എന്ന് ഇന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. അത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ സമ്മതിച്ചിട്ടില്ല. പക്ഷേ സമ്മതിക്കാതെ അവർക്ക് നിവർത്തിയില്ല എന്നാണ് കെ ജയകുമാർ വ്യക്തമാക്കുന്നത്. അതായത് അവർ നേരത്തെ ചിലവായി ദേവസ്വം ബോർഡിന് നൽകിയിരുന്നത് 6.55 കോടിയായിരുന്നു. അത്രയും തുക നൽകാൻ കഴിയില്ല എന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ അറിയിച്ചിരിക്കുന്നത്. കാരണം മുൻ ദേവസ്വം ബോർഡ് എടുത്ത ഒരു തീരുമാനമാണ് 4.99 കോടിയായി ഈ ചിലവ് നിജപ്പെടുത്തുമെന്ന്. ആ തീരുമാനവുമായി നിലവിലെ ബോർഡ് മുന്നോട്ട് പോകുന്നു. ഇനി വേറെ അഭ്യൂഹങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് കെ ജയകുമാർ അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ കണക്കുകളിൽ കൂടുതൽ കൃത്യത വരുത്തേണ്ടതുണ്ട്. അത് പരിശോധിക്കാൻ ഒരു ടാസ്ക് ഫോഴ്സിനെ രൂപീകരിക്കാൻ ഇന്നത്തെ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് കമ്മീഷണർ കൂടാതെ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടുന്ന അക്കൗണ്ട്സ് ഓഫീസർ ഉൾപ്പെടുന്ന ഒരു ടാസ്ക് ഫോഴ്സ് ഈ കണക്കുകൾ പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം 26-ന് ഈ കണക്കുകളെല്ലാം കൃത്യമാക്കി കോടതിയിൽ സമർപ്പിക്കും. 27-നാണ് ഇനി വീണ്ടും ഈ കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. അതിനു മുൻപ് തന്നെ ഈ കാര്യങ്ങളെല്ലാം പരിശോധന നടത്തി കൃത്യമായ കണക്ക് 26-ന് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് അവർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ കണക്കുകൾ കൃത്യമായി പരിശോധിച്ചില്ല. പരിശോധിക്കുന്നതിന് മുൻപ് തന്നെ ഇത് കോടതിയിൽ സമർപ്പിച്ചു. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്ന പരാമർശങ്ങൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതെല്ലാം ഒരു വിവാദത്തിന് അടിസ്ഥാനമായി എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. എന്തായാലും കണക്കുകൾ എല്ലാം കൃത്യത വരുത്തി 26-ന് തന്നെ കോടതിയിൽ സമർപ്പിക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്.